കോഴിക്കോട് പേരാമ്പ്രയിൽ ഉണ്ടായ സംഘർഷത്തിൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ട കോഴിക്കോട് DCC സ്ഫോടക വസ്തു എറിഞ്ഞത് പോലീസാണെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു. ഇത് തെളിയിക്കുന്നതാണെന്ന് അവകാശപ്പെടുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. സ്ഫോടക വസ്തു എറിഞ്ഞത് പോലീസാണെന്നും അതിന്റെ പഴി UDF പ്രവർത്തകർക്ക് മേൽ ചാരുകയാണെന്നും ദൃശ്യങ്ങൾ പുറത്തുവിട്ട ശേഷം DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ പറഞ്ഞു. റിയാസ് KMR ചേരുന്നു വിവരങ്ങളുമായി. റിയാസ്, ഈ സംഭവത്തിൽ ഇല്ലാത്ത ഒരുപാട് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമുക്ക് ലഭിച്ചു. അതോടൊപ്പം എനിക്ക് തോന്നുന്നു ഷാഫി പറമ്പിൽ MP അടക്കം 700ഓളം കണ്ടാൽ അറിയുന്ന പ്രവർത്തകർക്കെതിരെയൊക്കെ തന്നെ കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കോൺഗ്രസിന്റെ ഈ നീക്കം പോലീസ് എങ്ങനെയായിരിക്കും പ്രതിരോധിക്കുക എന്നുള്ളതും കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം സ്ഫോടക വസ്തു എറിഞ്ഞത് പോലീസാണെന്നുള്ള ഒരു ആരോപണം കൂടിയാണ്. അത് തെളിയിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തുവിടുന്നു എന്നുള്ളതും കൂടിയാണ് കോഴിക്കോട് DCC പറയുന്നത്, അല്ലേ റിയാസ്? അതെ കാളിദാസ്, ആ രീതിയിൽ തന്നെയാണ്. കാരണം പോലീസിനെ വലിയ പ്രതിരോധത്തിലാക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്നിപ്പോൾ കോഴിക്കോട് DCC നേതൃത്വം പുറത്തു ഇട്ടിരിക്കുന്നത്. അതിൽ തന്നെ പ്രധാനമായും നേരത്തെ പോലീസ് പുറത്തുവിട്ടൊരു ദൃശ്യത്തിൽ പറഞ്ഞത് UDF പ്രവർത്തകരിൽ ഒരാൾ പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ പുറത്തുവിട്ട ദൃശ്യങ്ങൾ കോൺഗ്രസ് കൂടുതൽ വ്യക്തതയുള്ള ഒരു ദൃശ്യമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ നേരത്തെ DCC പ്രസിഡന്റ് വ്യക്തമാക്കുന്ന ഒരു കാര്യം, DCC പ്രസിഡന്റ് ആരോപിക്കുന്നത്, പ്രവീൺ കുമാർ ആരോപിക്കുന്നത്, ഈ നേരത്തെ UDF പ്രവർത്തകർ പ്രകടനവുമായി വരുന്ന സമയത്ത് CPM പ്രവർത്തകർ അവിടെ ആയുധങ്ങളുമായി എതിർവശത്ത് നിൽക്കുന്നുണ്ട്, അങ്ങോട്ടേക്ക് പോകരുത് എന്ന് പറയുകയും ആ CPM പ്രവർത്തകർ നിൽക്കുന്ന ഭാഗത്ത് പോലീസ് നിലയുറപ്പിക്കുകയും ചെയ്തിരുന്നു. ആ ഭാഗത്ത് നിന്ന് ഈ സ്ഫോടക വസ്തു വരുന്നതായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് പോലീസ് നേരത്തെ ഉന്നയിച്ച വാദം കള്ളമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലേക്കുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് പോലീസിനെ സംബന്ധിച്ച് കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ്. ഈ ഒരു സംഭവം ഒക്ടോബർ 10 നടന്ന വേളയിൽ റൂറൽ SP ആദ്യം പറഞ്ഞത്, ബൈജു ആദ്യം പറഞ്ഞത് ഷാഫി പറമ്പിൽ MPക്കെതിരെ ലാത്തി ചാർജ് നടത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു. പിന്നീട് അദ്ദേഹം തന്നെ അത് തിരുത്തി മറ്റൊരു പൊതുവേദിയിൽ, സ്വകാര്യ ചടങ്ങിന്റെ വേദിയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ ഈ ഷാഫി പറമ്പിൽ MPയെ പിറകിൽ നിന്നും തലക്കടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി, മുന്നിൽ നിന്നൊക്കെ അടിച്ചു, അത് പോലീസുകാരിൽ തന്നെ അടിച്ചു എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുണ്ടായി. അവിടെ പ്രതിരോധത്തിലായ പോലീസാണ് പിന്നീട് ഈ UDF പ്രവർത്തകരിൽ ഒരാൾ പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു എന്ന് വ്യക്തമാക്കി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഈ കോൺഗ്രസ് ഇപ്പോൾ പോലീസിനെ പ്രതിരോധത്തിലാക്കുന്ന ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഏറെ ഗൗരവകരമായ ദൃശ്യങ്ങളാണ്. ഇതിൽ പോലീസ് ഇനി എന്ത് മറുപടി പറയും എന്നുള്ളതാണ് കാത്തിരിക്കുന്നത്. അതായത് പോലീസിന്റെ ഭാഗത്തു നിന്നും എറിഞ്ഞ സ്ഫോടക വസ്തുവിന്റെ പഴി UDF പ്രവർത്തകരുടെ മേൽ ചാരേണ്ടതില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. കൂടാതെ EP ജയരാജൻ ഇന്നലെ ഉന്നയിച്ച രാഷ്ട്രീയ ആരോപണങ്ങൾക്കുള്ള മറുപടി കൂടി ഇന്ന് DCC പ്രസിഡന്റ് നൽകുകയും ചെയ്തു. കാളിദാസ്. ശരി, റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.